നിസ്കാരം വെടിയല്ലേ സംസ്കാരം തടയല്ലേ തൽക്കാലമാണ് പൊന്നെ ദുനിയാവ് മസ്തായി മതിക്കല്ലേ വിസ്താരം മറക്കല്ലേ ആസ്ഥാനം ഖബറുണ്ടെന്നുറപ്പല്ലേ റബ്ബിൻ ആജ്ഞകൾ ധിക്കരിച്ചു നടക്കല്ലേ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ 2024 ന്യൂ ഇയർ പ്ലാനർ ഉണ്ടാക്കുമ്പോൾ ഞാനൊരു വിഷ് ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വിഷസ് ഫുൾഫില്ലായോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അൽഹംദുലില്ലാ, എന്നത്തെ പോലെയും ഇന്ന് നേരത്തെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എണീറ്റ ഉടനെ ബ്രഷെല്ലാം ചെയ്ത് വന്നിട്ട് ചൂടുവെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. നാട്ടിലുള്ളപ്പോൾ ഞാൻ സാധാ വെള്ളമായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ദിവസം ഞാൻ സംസം വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് സംസം വെള്ളം കൊണ്ടാണ്. ഇതിലേക്ക് അല്പം കരിഞ്ജീരകം കൂടി ചേർക്കാറുണ്ട് കേട്ടോ. കരിഞ്ജീരകത്തെ പറ്റി ഒരു ഹദീസ് തന്നെ ഉണ്ടല്ലോ, മരണം ഒഴികെ ബാക്കി എല്ലാ രോഗത്തിനും ഇതുകൊണ്ട് ശമനം ഉണ്ടെന്ന്. അതുകൊണ്ട് ഇതിലേക്ക് അല്പം കരിഞ്ജീരകം കൂടി ചേർത്ത് കൊണ്ടാണ് കേട്ടോ ഞാൻ സംസം വെള്ളം കുടിക്കുന്നത്. ഇങ്ങനെ സംസം വെള്ളത്തിലേക്ക് ഇതൊക്കെ ചേർക്കാവോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഇതിൻ്റെ ന്യൂ ഇയറിലെ പുതിയൊരു റൂട്ടീനും കൂടിയാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ ഹറമിൽ പോയി വരുമ്പോൾ സംസം വെള്ളം കൊണ്ടുവരാറുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ അടുത്തൊരു സംസം ഫാക്ടറി ഉണ്ട്, അവിടുന്ന് നമ്മൾ കൊണ്ടുവരും കേട്ടോ. സംസം ഫാക്ടറിയിലാണെങ്കിൽ നമ്മൾ ക്യാഷ് പേ ചെയ്യണം. ഹറമിലാണെങ്കിൽ നമുക്ക് ക്യാഷ് പേ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന വെള്ളം ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് രാവിലെ എണീറ്റ് ഉടനെ സംസം വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലും. മുമ്പെല്ലാം ഞാൻ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ ഓതുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ ഓത്ത് നിർത്തി. ഇപ്പോൾ ഞാൻ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹി ബാങ്ക് വരെ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്ത് കിട്ടും. അതിൻ്റെ കൂടെ നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കും. നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷം ലഭിക്കും. നമുക്കുള്ള ടെൻഷനും ആങ്സൈറ്റിയും എല്ലാം മാറിക്കിട്ടും. നമ്മൾ ആ ഒരു ഫുൾ ഡേ ഹാപ്പി ആയിരിക്കും. ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇസ്തിഗ്ഫാർ ഇപ്പോൾ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് പതിവാക്കുന്നത്. എല്ലാവരും മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. തഹജ്ജുദ് നിസ്കരിക്കാൻ മടിയുള്ള ആൾക്കാർ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ എടുത്തൊന്ന് നോക്കാം. അതിൽ കുറേ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സുബഹി ബാങ്ക് വിളിച്ചു. ഇവിടുത്തെ ബാങ്കിൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. ഇത് കേൾക്കാൻ നല്ല രസമാണ്, കാം ആൻഡ് പീസ്ഫുള്ളാണ് ഇത് കേൾക്കാനായിട്ട്. അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞു. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഖുർആൻ ഓതും കേട്ടോ. ആദ്യം ഞാൻ ഓതുന്നത് നമ്മുടെ അഷിർ സൂറത്തിലെ ലവ് അൻസൽന തൊട്ട് തുടങ്ങുന്ന ഒരു ആയത്തില്ലേ, അതാണ് കേട്ടോ ആദ്യം ഓതുന്നത്. ഇത് ഓതുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ സുബഹിൻ്റെ സമയത്ത് ഓതുവാണെങ്കിൽ സുബഹി തൊട്ട് മഗ്‌രിബ് വരെ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ കാവലും രക്ഷയും നമുക്കുണ്ടാവും. മഗ്‌രിബിൻ്റെ സമയത്ത് നമ്മൾ ഓതുവാണെങ്കിൽ മഗ്‌രിബ് തൊട്ട് സുബഹി വരെ നമുക്ക് 70,000 മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ കാവലും രക്ഷയും നമുക്കുണ്ടാവും. ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ ദിവസം ഇത് മുടങ്ങാതെ ഓതുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ യാസീൻ സൂറത്ത് ഓതും. പിന്നെ ബാക്കിയുള്ള സൂറത്തുകൾ ഓതാറുണ്ട് കേട്ടോ. അതെനിക്ക് സമയം കിട്ടുന്നത് പോലെ ആയിരിക്കും. എല്ലാ ദിവസവും എല്ലാ സൂറത്തുകളൊന്നും ഓതാറില്ല. പക്ഷേ അഷിർ സൂറത്തും യാസീൻ സൂറത്തും ഞാൻ ദിവസം മുടങ്ങാതെ നിർബന്ധമായിട്ട് ഓതാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഖുർആൻ മുടങ്ങാതെ ഓതണേ. നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അര പേജെങ്കിലും നിങ്ങൾ ഖുർആൻ ഓതാ. അത് ഓതുമ്പോൾ നിങ്ങൾ മുടങ്ങാതെ എല്ലാ ദിവസവും ഓതാൻ നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത് ഖുർആൻ ഓതിക്കൊണ്ടാണെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ബർക്കത്തുണ്ടാവും. അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവും. നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. നിങ്ങൾ ശ്രമിച്ച് നോക്ക്. മുടങ്ങാതെ ഓതണം, എല്ലാ ദിവസവും ഓതണം. അര പേജ് ഓതാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 ആയത്തെങ്കിലും നിങ്ങൾ ഓതാ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതാൻ ശ്രമിക്കണം കേട്ടോ. സുബഹി നിസ്കാരം ഖുർആനോത്തും കഴിഞ്ഞിട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കും. രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും, അതെണ്ണീട്ട് രാവിലെ കഴിക്കും കേട്ടോ.
രാവിലെ വെറും വയറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് കഴിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. അതുകൊണ്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഇതേപോലെ ഒരു ഫ്ലാസ്കിലാക്കി വെക്കും കേട്ടോ. രാവിലെ നേരത്തെ എണീക്കുന്നത് കൊണ്ട് രാവിലെ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നില്ല. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ ഇപ്പോൾ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കർട്ടനെല്ലാം പൊക്കിയിട്ട് വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്തിട്ടു. നാച്ചുറലായിട്ടുള്ള വെൻറ്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബെഡെല്ലാം ഒന്ന് നേരെയാക്കി വെക്കും. പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്തു കേട്ടോ. ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. നാട്ടിൽ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് നോക്കി നീറ്റാക്കി വെച്ചു. പിന്നെ ബാക്കി നമ്മളെല്ലാവരും രാവിലെ ചെയ്യുന്ന പണികളാണ്. അടിച്ചു വാരുക, ക്ലീൻ ചെയ്യുക, ഫ്ലോർ ക്ലീൻ ചെയ്യുക, പിന്നെ ബെഡെല്ലാം ക്ലീൻ ചെയ്യുക, പാത്രം കഴുകുക, തുണി കഴുകുക, ഇങ്ങനെയുള്ള പണികളേ ഉള്ളൂ. ഇതെല്ലാം ചെയ്യും കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നമ്മൾ വീട്ടുജോലി ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് നിയത്ത് വെച്ചിട്ട് വേണം വീട്ടുജോലിക്ക് തുടങ്ങാനായിട്ട് എന്ന്. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിക്കും അള്ളാഹു താല അതിൻ്റെതായ പ്രതിഫലം വെച്ചിട്ടുണ്ട്. നമ്മൾ ബിസ്മി ചൊല്ലി നിയത്താക്കിയിട്ട് വീട്ടുജോലിയെല്ലാം ചെയ്യുവാണെങ്കിൽ അള്ളാഹു താല അതിൻ്റെതായ കൂലി നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങളെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ നോക്കുക. കൂടുതലായി അള്ളാഹുവിലേക്ക് അടുക്കാൻ നോക്കുക. ദിക്റുകൾ ചൊല്ലുക. നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലുക. സ്വലാത്ത് ചൊല്ലുക, ഇസ്തിഗ്ഫാർ ചൊല്ലുക, പിന്നെ ഖുർആനിൻ്റെ ആയത്തുകൾ മനഃപ്പാഠമാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും അള്ളാഹു താല പ്രതിഫലം തരുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലെപ്പോഴും ഓർക്കുക. നമുക്ക് നിസ്കരിക്കാൻ സമയമില്ല, ദിക്റുകൾ ചൊല്ലാൻ സമയമില്ല, ഖുർആൻ ഓതാൻ സമയമില്ല എന്ന് നിങ്ങൾ പറയരുത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം മാറ്റി വെക്കണം. എപ്പോഴും വീട്ടുജോലി, കുട്ടികൾ നോക്കുക, ഇങ്ങനെ തന്നെ അതിന് പുറകെ പോകരുത്. ഇതിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ സമയം മാറ്റി വെക്കുക. കുട്ടികളെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദിക്റുകൾ ചൊല്ലാം, വീട്ടുജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ദിക്റുകൾ ചൊല്ലാം, ഖുർആൻ മനഃപ്പാഠമാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. 2025 ഞാനെടുത്ത വലിയ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ നിസ്കാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കി പണികൾ പിന്നെ. ഫസ്റ്റ് നമ്മൾ നിസ്കരിക്കുക. എത്ര ബിസി ആണെങ്കിലും എന്ത് കഷ്ടപ്പാടാണെങ്കിലും നമുക്ക് ആരോഗ്യമില്ലെങ്കിലും നമുക്ക് ഇരുന്ന് നിസ്കരിക്കാനുള്ള ഓപ്ഷനുണ്ട്, കിടന്ന് നിസ്കരിക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷനുണ്ട്. വെള്ളം തൊടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് തയമ്മം ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനെടുത്ത വലിയ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ബാക്കി ഒന്നിനും പ്രയോറിറ്റി കൊടുക്കണ്ട. ഫസ്റ്റ് നമ്മൾ നിസ്കാരത്തിന്, നമുക്ക് ഫറളാകപ്പെട്ട 5 നേരം നിസ്കാരം ഉണ്ടല്ലോ, അതിന് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതാണ് ഞാനെടുത്ത വലിയ തീരുമാനം. അൽഹംദുലില്ലാ. ഇപ്പം ഞാൻ വർക്കിനൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ബിസി ആയിരിക്കും. എന്നാലും ഞാൻ ഒരു 10 മിനിറ്റ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. കറക്റ്റ് സമയത്ത് നിസ്കരിക്കും. പിന്നെ എൻ്റെ ബാക്കി പണികൾ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. നിസ്കരിക്കണം, നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഉള്ളൂ. ഇങ്ങനെ നിങ്ങളൊന്ന് നിയത്താക്കിയാൽ മതി, നിങ്ങൾക്ക് സാധിക്കും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കേട്ടോ. ഇടിയപ്പം, ഇറച്ചിക്കറിയും ചായയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഞാൻ വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2024 ജാനുവരിയിൽ ഞാനൊരു വിഷ് ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വിഷസ് ഫുൾഫില്ലായോ എന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഞാൻ എന്താ അതിൽ എഴുതി വെച്ചിട്ടുള്ളതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ നമുക്ക് തുറന്ന് നോക്കാം. എൻ്റെ വിഷസ് എല്ലാം ഫുൾഫില്ലായോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. 2025 ഇതേപോലെ ഒരു വിഷ് ലെറ്റർ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ അത് നമുക്ക് 2026 ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു പേജിൽ കണ്ട ഞാൻ സബ്ർ ആൻഡ് ദുആ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ 2024 ഗോൾസാണ് കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത്. കുറേയൊക്കെ എനിക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ സബ്ർ ആൻഡ് ദുആ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്ന 2 വേർഡ്സാണ് കേട്ടോ. നമുക്ക് സബറും ദുആ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷ കിട്ടും. സബർ എപ്പോഴും നമുക്ക് വേണം കേട്ടോ. സബറും ദുആയും ഇത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കും. ഇനി നമുക്ക് ലെറ്റർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ എൻ്റെ 2024 വിഷ് ലെറ്റർ. ഞാൻ അള്ളാഹ്ക്ക് എഴുതിയൊരു വിഷ് ലെറ്ററാണ് കേട്ടോ.
ഒരു 4 വിഷസാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഈ 4 വിഷസും അൽഹംദുലില്ലാ പൂർത്തിയാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കും നിങ്ങളെ വിഷസെല്ലാം പൂർത്തിയായല്ലോ, ഇതെന്താ മിറാക്കിളാണോ എന്ന്. മിറാക്കിളൊന്നുമല്ല. ഇതിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ വിഷസ് തന്നെ ഞാൻ എഴുതി വെച്ചത്. ഇത് ഫുൾഫിൽ ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതല്ലാതെ ഇത്ര പെട്ടെന്ന് അള്ളാഹു താല ഇത് സാധിച്ച് തരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ 2024 ഞാൻ അള്ളാഹ്ക്ക് എഴുതിയ വിഷ് ലെറ്റർ 2025 ആവുമ്പോൾ ഫുൾഫിൽ ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ എൻ്റെ 4 വിഷസും ഫുൾഫിൽ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിഷസൊക്കെ എഴുതി വെച്ചൊരു കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലേ അത് സാധിച്ച് കിട്ടുള്ളൂ കേട്ടോ. അള്ളാഹുവിൻ്റെ സഹായവും ഉണ്ടാവും, നമ്മുടെ ഹാർഡ് വർക്കും ഉണ്ടാവും. ആ ലെറ്റർ ഞാൻ അതേപോലെ അതിൽ മടക്കി വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഇരിക്കട്ടെ, ഒരു രസമല്ലേ. എൻ്റെ ഹസ്ബൻഡ് ഗ്യാസ് സ്റ്റവ് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് പിസ്സ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ 2 പേരിരുന്ന് പിസ്സ കഴിച്ചു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വീട്ടുപണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിക്കും. കുളിച്ച് ഫ്രഷായിട്ട് 2 റക്അത്ത് ളുഹാ നിസ്കരിക്കും കേട്ടോ. ളുഹാ നിസ്കാരം കഴിഞ്ഞിട്ട് ളുഹാ സൂറത്ത് ഞാൻ 7 തവണ ഓതാറുണ്ട്. അത് പണ്ടും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ളുഹാ നിസ്കാരത്തെ മഹത്വത്തെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിവായിരിക്കും. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കാം. അതിൽ ളുഹാ നിസ്കാരത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ളുഹാ നിസ്കരിക്കേണ്ടത്, ഇത് നിസ്കരിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് എല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അറിയാത്തവർ അതൊന്ന് പോയി നോക്കുക. ളുഹാ നിസ്കാരം നിങ്ങൾ മുടങ്ങാതെ പതിവാക്കി നിസ്കരിക്കാൻ നോക്കുക. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പാവയ്ക്ക കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഇതിനെ കൈപ്പയ്ക്ക എന്ന് പറയുക. ഇത് കയ്പ കൂടുതലുള്ള കൊണ്ട് ഇതിനെ കൈപ്പയ്ക്ക എന്ന് പറയുന്നത്. ഇതിന് കയ്പ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് വെള്ളത്തിലും പുളിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ കോലം ഇങ്ങനെ ആയത്. ഭയങ്കര കയ്പായിരുന്നു ഇത്. പിന്നെ ഞാൻ കുറച്ച് നേരം പുളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം തിളപ്പിച്ചു, അതിൻ്റെ ഒരു കയ്പ മാറി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. എനിക്ക് കയ്പക്ക കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളിതിൻ്റെ കയ്പ എത്ര എടുത്താലും നമ്മൾ ഇത് കറി ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ കയ്പ ഉണ്ടാവും കേട്ടോ. എന്നാലും ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്ക് ഇങ്ങനെ കറി ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. ഹസ്ബൻഡ് അധികം കഴിക്കില്ല, ഞാൻ കഴിക്കും. അതുകൊണ്ടാണ് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വേറെ കറി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. കൈപ്പക്ക കറി റെഡിയായി കേട്ടോ. അപ്പോൾ എൻ്റെ രീതിയിലുള്ള കറിയാണിത്. പിന്നെ ഞാൻ മീൻ ഫ്രൈ ഉണ്ടാക്കി. പിന്നെ കുറച്ച് ദാലും ഉണ്ടാക്കി കേട്ടോ. ദാല് മീൻസ് ഇതിലേക്ക് ഞാൻ തേങ്ങയും മുളകും അരച്ച് ചേർത്തിട്ടുണ്ട്. ഇതൊരു വേറൊരു ടൈപ്പുള്ള ദാലാണ് കേട്ടോ. ഉച്ചഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ പ്രാവുകളെ കണ്ടു. ഇതിന് ഹസ്ബൻഡ് തിന്നാനൊക്കെ ഇട്ടു കേട്ടോ. കുറേ പ്രാവുകളുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ ഫാമിലി മുകളിലോട്ട് പോയി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഞാൻ ചില വീഡിയോസിൻ്റെ അടിയിൽ കുറച്ച് കമൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പുറത്ത് പോയാൽ എങ്ങനെയാണ് ഫർദ് നിസ്കരിക്കുക എന്ന്. 5 വക്ത് നിസ്കരിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത നിർബന്ധ ബാധ്യതയാണ്. എല്ലാ മുസ്ലിമീങ്ങളും അതിൻ്റെതായ കൃത്യമായ സമയത്ത് നിസ്കരിച്ചിരിക്കണം. നമുക്ക് ഫർദ് നിസ്കാരത്തിൽ ഖള എന്ന ഓപ്ഷൻ അല്ലാഹു തആല തന്നിട്ടില്ല. ബാങ്കായോ അതിന് ഇത്ര സമയമുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ നിസ്കാരം നിസ്കരിച്ച് തീർക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഖള എന്ന ഓപ്ഷൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയത്തിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ നിസ്കരിക്കാം. ഇപ്പോൾ സൗദി അറേബ്യയിലെന്ന് വെച്ചാൽ നമുക്ക് നിസ്കരിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് റോഡ് സൈഡിൽ വേണമെങ്കിലും നിസ്കരിക്കാം, ആരും ഒന്നും ചോദിക്കാൻ വരത്തില്ല. പിന്നെ ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പള്ളിയൊക്കെ ഉണ്ടാവില്ലേ, പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് പ്രത്യേകമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അടുത്തടുത്ത് കുറേ പള്ളികളുണ്ട്. നമുക്ക് നിസ്കരിക്കാൻ പേടിക്കേ വേണ്ട. ഇവിടെ എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം. നമ്മൾ പാർക്കിൽ പോയാൽ പാർക്കിൽ വരെ നമുക്ക് നിസ്കരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മോളിൽ പോയാൽ മോളിലുണ്ട്. എല്ലായിടത്തും നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് നിസ്കാരം ഖളായി പോകുമോ എന്ന പേടിയേ ഇല്ല.
നാട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ സമയം നോക്കിയിട്ട് പോവുക, നിസ്കാരത്തിൻ്റെ സമയങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക. ഇപ്പം നിങ്ങൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഷോപ്പിംഗ് ചെയ്യാൻ പേടി വേണ്ട. ഇശാ നിസ്കാരം നമുക്ക് ഷോപ്പിംഗ് എല്ലാം തീർത്ത് കഴിഞ്ഞ് വന്നിട്ട് വേണമെങ്കിൽ നിസ്കരിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തുക. അതല്ലെങ്കിൽ അസർ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് എത്താൻ നോക്കുക. അതല്ലെങ്കിൽ നാട്ടിലും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറേ പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മോളുകളിലും ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി വെക്കുക. പിന്നെ നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നിസ്കരിക്കാൻ നോക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ജുമാ ദിവസം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത്. അതിൻ്റെ അടിയിൽ കുറച്ച് രസകരമായ കമൻറ്റുകൾ ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ചിരിയാണ് വന്നത്. നിങ്ങൾ മുജാഹിദാണോ, നിങ്ങൾ പള്ളിയിൽ പോയി എന്തിനാണ് നിസ്കരിക്കുന്നത്, നിങ്ങൾ സുന്നി എന്ന് വിചാരിച്ചേ, നിങ്ങൾ മുജാഹിദായിരുന്നോ എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ മുജാഹിദ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. സുന്നി, സലഫി, ഷിയ ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ മുജാഹിദും സലഫിയും ഒന്നാണോ എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയുവാണെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. എന്നെ നിങ്ങൾ ഏത് ഗ്രൂപ്പിലും ചേർക്കണ്ട കേട്ടോ. എന്നെ ഒരു മുസ്ലിമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. നമുക്ക് നിസ്കരിക്കാനുള്ള സമയമാകുമ്പോൾ നമ്മൾ പള്ളിയിൽ നിസ്കരിച്ചാലും അമ്പലത്തിൽ നിസ്കരിച്ചാലും ചർച്ചിൽ നിസ്കരിച്ചാലും എവിടെ നിസ്കരിച്ചാലും അള്ളാഹു തആല അത് സ്വീകരിക്കും. നമ്മുടെ മനസ്സിൽ അള്ളാഹു ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. നമ്മൾ എവിടെയെങ്കിലും വെച്ച് നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ജാതിക്കാരാവോ മറ്റേ പങ്കടക്കാരാവോ ഒന്നും ആവില്ല. നമ്മുടെ നിയ്യത്ത് എപ്പോഴും ശരിയായിരിക്കണം. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലം വരെ പോയി. അതിൻ്റെ ഫേവറേറ്റ് പ്ലേസാണ്. നമ്മളിപ്പോൾ ഹറമിലോട്ടാണ് വന്നത്. രാത്രി സമയത്ത് ക്ലോക്ക് ടവർ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ ലൈറ്റിങ്സും കാര്യങ്ങളും എല്ലാം നല്ല രസമാണ് കേട്ടോ. ഡേ ടൈമിൽ വരുന്നതിനേക്കാളും രാത്രി സമയത്ത് വരുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. രാത്രിത്തെ ഈ കാലാവസ്ഥയും ലൈറ്റ്സും എല്ലാം ആവുമ്പോൾ ഈ ഹറമിന് പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ക്ലോക്ക് ടവറും കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഡേ ടൈമിലുള്ള ഒരു പിക്ചർ ഞാനിവിടെ ഇടാം കേട്ടോ. ഡേ ടൈമിൽ ക്ലോക്ക് ടവർ കാണാൻ ഇങ്ങനെയാണ്. പക്ഷേ രാത്രി സമയത്ത് ഇത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് രാത്രി സമയത്ത് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഇവിടെ ആൾക്കാർ കൂടുതലായിരിക്കും. ഉംറ ചെയ്യാനും തവാഫ് ചെയ്യാനും എല്ലാവർക്കും നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ കൂടുതലായിരിക്കും. നമ്മൾ തവാഫ് ചെയ്യണമെങ്കിലും കുറേ സമയമെടുക്കും, കാരണം തിക്കും തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഉംറയും തവാഫും ചെയ്യാനായിട്ട്. അത്ര ആൾക്കാരായിരിക്കും ഇവിടെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തവാഫ് ചെയ്യാൻ തന്നെ കുറേ സമയമെടുത്തു. തവാഫ് ചെയ്തു, നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, ദുആ ചെയ്തു. വരുന്ന വഴിക്ക് നമ്മൾ സംസം വെള്ളം ഫില്ല് ചെയ്തുകൊണ്ട് വന്നു കേട്ടോ. കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരെ റൂമിലോട്ടാണ് കേട്ടോ വന്നത്. നമ്മളവിടെ തന്നെ ഇശാ നിസ്കരിച്ചിട്ടാണ് വന്നത്. വന്നപ്പോൾ ചോറും കറിയും ഉണ്ടാക്കാനുള്ള മടി കാരണം ഞാൻ ബർഗർ ഉണ്ടാക്കി. ഇതെല്ലാം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, പെട്ടെന്നാവുമല്ലോ. ചോറും കറിയും ഉണ്ടാക്കുമ്പോൾ കുറേ സമയം പോവും. എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി നമ്മൾ കഴിച്ചു കേട്ടോ. ബർഗർ രാത്രി കഴിക്കുന്നത് അത്ര ഹെൽത്തി അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ രീതിക്ക് ഞാനിത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ശരിക്കുള്ള ബർഗർ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് എൻ്റെ രീതിക്കുള്ളൊരു തട്ടിയും കൂട്ടിയുള്ളൊരു ബർഗറാണ് കേട്ടോ. ശരിക്കുള്ള ബർഗറിന് കുറേയൊക്കെ പ്രൊസീജിയർ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഇപ്പോൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഉണ്ടാക്കിയതാണ്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് കഴിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഞാൻ രാത്രി ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടന്നുറങ്ങൂല കേട്ടോ. കുറച്ച് നേരം വാക്ക് ചെയ്യും, ഒരു 20 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ, ഒന്ന് നന്നായിട്ട് ഡൈജസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമുക്ക് വയറ് ചാടും, പിന്നെ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവും, പിന്നെ ഡൈജഷൻ പ്രോബ്ലമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കഴിച്ച ഉടനെ കിടന്നുറങ്ങരുത്. ഒരു 20 മിനിറ്റെങ്കിലും നടക്കണം. 20 മിനിറ്റ് നടക്കാൻ പറ്റാത്തവർ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. റൂമിൽ തന്നെ നടന്നാൽ മതി, പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ കിടക്കുന്നതിന് മുന്നേ കുളിച്ച് ഫ്രഷായി ബെഡെല്ലാം നീറ്റാക്കി വെച്ച് നല്ല മണത്തോടു കൂടി വേണം കിടക്കാനായിട്ട്. രാത്രിയുടെ സ്കിൻ കെയറും മറക്കരുത് കേട്ടോ.
പിന്നെ കിടക്കുന്നതിന് മുന്നേ ഓതേണ്ട സൂറത്തുകളൊക്കെ ഓതിയിട്ട് ദുആ ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. എനിക്ക് ചില രാത്രികളിൽ ഉറക്കം വരാറില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ച് അത് കുടിക്കും. പഞ്ചസാര ഒന്നും ഇടാറില്ല, അങ്ങനെ തന്നെ പച്ചക്ക് കുടിക്കും. തിളപ്പിച്ചിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ബുക്സ് വായിക്കും, നല്ല ബുക്സ്, മോട്ടിവേഷണൽ ബുക്സോ അതല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളോ വായിക്കും. അതൊന്നും ഇല്ലെങ്കിൽ ഖുർആൻ ഓതിയാൽ മതി, നമുക്ക് ഉറക്കം വരും. ചില സമയത്തൊക്കെ ഞാൻ മൊബൈലിൽ ഖുർആൻ വെച്ചിട്ട് ഉറങ്ങാറുണ്ട്. പക്ഷേ അങ്ങനെ ഉറങ്ങുന്നതും ഒരു പ്രശ്നം, ഓഫ് ചെയ്യാൻ ആളുണ്ടാവില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ട് ഞാൻ ഉറങ്ങാറുണ്ട്. ചില സമയത്ത് എനിക്ക് ഉറക്കം വരാറില്ല കേട്ടോ. പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ ഒന്നും ആലോചിക്കാൻ പോകണ്ട. ചെറിയ കുട്ടികൾ ഉറങ്ങുന്ന രീതിയിൽ നിങ്ങൾ ഉറങ്ങിയാൽ മതി, വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട. പക്ഷേ നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ ചീത്ത കാര്യങ്ങൾ ചെയ്തു, അതെല്ലാം ഒന്ന് ആലോചിച്ച് കിടക്കുന്നതായിരിക്കും നല്ലത്. മീൻസ് നാളെ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കാം. എന്തെങ്കിലും ചീത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഡേ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഇൻഷാ അല്ലാ ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ആ ദിവസം നമ്മൾ പൂർത്തിയാക്കാനായിട്ട്. ആ ദിവസം നമ്മൾ നല്ല രീതിക്ക് തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നെക്സ്റ്റ് ഡേ ആ തെറ്റുകൾ നമ്മൾ ചെയ്യാതിരിക്കാൻ നോക്കുക. നമ്മൾ ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടാണ് ആ ദിവസം തീർക്കുന്നതെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഇവിടെ കാണൂല. നമ്മൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. നാളെ പരലോകത്ത് എന്തായാലും അല്ലാഹു തആല ഇതിനെക്കുറിച്ച് ചോദിക്കും. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ദിവസം തീർക്കണം. ആ ദിവസം നമ്മൾ നല്ല രീതിക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ വേണം തീർക്കാനായിട്ട്. ഇത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയാം. പുതിയൊരു വീഡിയോ വരാം. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.